ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ചധികം പേർ റിക്വസ്റ്റ് ചെയ്ത സാരി എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആരാധ്യ എന്ന പെൺകുട്ടിയാകട്ടെ അവളുടെ കബോർഡിലുള്ള സാരി എല്ലാം എടുത്തുകൊണ്ടുവന്ന് വീടിന് വെളിയിലിട്ട് കത്തിക്കുന്നതാണ്. അവളുടെ ശരീരത്തിലെല്ലാം തന്നെ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫേസ് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് വരുത്തിവെക്കുന്ന ഒരു അപകടത്തെ പറ്റിയാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. കഥ 6 മാസം പിന്നിലേക്ക് പോകുന്നു. പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന കിട്ടു എന്ന ഫോട്ടോഗ്രാഫറെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു ദിവസം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കൂട്ടം കാണുന്നുണ്ട്. അതിൽ കൂടുതൽ സ്ത്രീകളും മോഡേൺ വസ്ത്രങ്ങളും ചുരിദാറുമായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഒരാൾ മാത്രം സാരി ഉടുത്ത് നിൽക്കുന്നത് കിട്ടു കാണുന്നു. കിട്ടു ആ പെൺകുട്ടിയെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ആരാധ്യയായിരുന്നു. സാരി ഉടുത്ത് നിൽക്കുന്ന സുന്ദരിയായ അവളെ കണ്ടതും കിട്ടു മതിമറന്നു നിന്ന് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. കൂടെ ഒരുപാട് ഫോട്ടോസും എടുത്തു. അവൾ പോകുന്നിടത്തെല്ലാം തന്നെ അവളുടെ പിറകെ നടന്ന് അവൻ ഫോട്ടോ എടുക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവൾ എങ്ങോട്ടാ പോയതെന്ന് അവൻ കണ്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാക്കിലൂടെ അവൾ നടന്നു പോവുകയും ഒരു ടാക്സിയിൽ കയറി പോകുന്നതുമാണ് അവൻ കാണുന്നത്. എന്നാൽ ആ ടാക്സിയെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയതും അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. ഒരുതരം കാമഭ്രാന്തോടു കൂടിയായിരുന്നു അവൻ അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അവൾ മിസ്സായതിന്റെ വിഷമത്തിൽ അവൻ വീട്ടിലേക്ക് എത്തി. തന്റെ ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് എടുത്ത് ലാപ്പിലേക്ക് കയറ്റി അവളുടെ ഫോട്ടോസ് ഓരോന്നും കണ്ട് അവൻ ആസ്വദിക്കുകയായിരുന്നു. അവളെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വീണ്ടും വഴിയിൽ വെച്ചിട്ട് അവൻ അവളെ കാണുന്നുണ്ട്. കൂട്ടുകാരിയുടെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി പോകുന്ന അവളെ പിന്തുടർന്ന് അവനൊന്ന് പോകുന്നു. അങ്ങനെ അവളുടെ വീട് എവിടെയാണെന്ന് അവൻ കണ്ടെത്തി. ആരാധ്യയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. രാജ് എന്നാണ് അവന്റെ പേര്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആരാധ്യയുടെ റീൽസിന് താഴെ ഒരുപാട് ആണുങ്ങൾ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അതിൽ മോശമായ കമന്റ് ഇട്ടിരുന്ന അവരുടെ ഏരിയയിലുള്ള ഒരു പയ്യനെ ഈ രാജു പോയി അടിച്ചു. അതിന്റെ പേരിൽ അവളാകട്ടെ അവനോട് വഴക്കിടുന്നു. അങ്ങനെ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേടിക്കേണ്ട എന്ത് കാര്യമാ ഉള്ളതെന്ന് ചോദിക്കുന്നു. റീൽസ് ആകുമ്പോൾ ഒരുപാട് പേര് കമന്റ് ഇടും. അവരെ എല്ലാം പോയി അടിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നും എന്റെ സഹോദരി ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും രാജു പറയുന്നു. നീ ആദ്യം ഈ റീൽസ് ചെയ്യുന്നത് നിർത്താനാണ് അവളുടെ അമ്മ അവളോട് പറയുന്നത്. മറ്റു പെൺകുട്ടികളെ പോലെ മോഡേൺ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ മര്യാദയ്ക്ക് സാരി ഉടുത്താ നീ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് റീൽസും കൂടെ അങ്ങ് നിർത്തിക്കൂടെ? എന്നാൽ നല്ല പെൺകുട്ടിയാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ സാരി ഉടുക്കുന്നത്. എനിക്ക് സാരി ഉടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കുന്നതെന്ന് അവള് പറയുന്നു. അവളെ ആ വീട്ടിൽ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ അച്ഛനായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആകുമ്പോൾ പലരും പലതും പറയും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ഒരു മുറിക്കുള്ളിലാക്കേണ്ട കാര്യമില്ല. അന്ന് കിട്ടുകട്ടെ ആരാധ്യയെ കണ്ട സമയത്ത് ആരാധ്യയുടെ കൂട്ടുകാരി അവളെ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവളുടെ പേര് ആരാധ്യയാണെന്ന് മനസ്സിലായി. അവൻ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ആരാധ്യ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നേരമെടുത്ത് അവൻ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒടുവിൽ നമ്മുടെ ആരാധ്യയെ കണ്ടുപിടിക്കുന്നു. അവളുടെ ഫോട്ടോസ് എല്ലാം തന്നെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫോട്ടോസും സാരിയിൽ തന്നെയായിരുന്നു. ഒരുതരം മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരെ പോലെയായിരുന്നു അവൻ ആ ഫോട്ടോസ് കാണുമ്പോൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അവൻ അവളുടെ എല്ലാ ഫോട്ടോസിനും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആരാധ്യ നോട്ടിഫിക്കേഷൻ എല്ലാം കണ്ടുകൊണ്ടാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. അവൻ അവൾക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്നു. താൻ്റെ ഫോട്ടോഗ്രാഫർ ആണെന്നും നിന്റെ ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്, പക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ഫോട്ടോസ് എടുത്ത് തരാൻ പറ്റുമെന്നും അതുകൊണ്ട് എന്റെ കൂടി ഒരു വർക്ക് ചെയ്യണമെന്നും. അവന്റെ മോഡലാകാൻ വേണ്ടിയിട്ട് അവളെ അവൻ ക്ഷണിക്കുകയായിരുന്നു. ആരാധ്യ ഇതിനെപ്പറ്റി തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. എന്നാൽ അവന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവനെടുത്ത ഫോട്ടോസ് ഒന്നും തന്നെ ഇല്ല. അവനൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് ബയോയിൽ എഴുതിയിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ത് വേണമെന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടെറസിന്റെ മുകളിലിരുന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൽ നിന്ന് നമ്മുടെ കിട്ടു നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവിടെ നിന്നും അവളുടെ ഫോട്ടോസ് എടുക്കുന്നു. ആ സമയത്ത് അവളുടെ സഹോദരൻ അവിടേക്ക് വരികയും അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുമായിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യുന്നതിന്റെ പേരിൽ ഓരോ വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ കിട്ടു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോയിടത്തേക്ക് പോകുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ മാളിലേക്ക് പോവുകയാണെന്ന് സ്റ്റോറി ഇട്ടതും കിട്ടു അപ്പൊ തന്നെ ആരാധ്യയുടെയും കൂട്ടുകാരികളുടെയും പിറകെ പോയി. മാളിൽ വെച്ചും അവൻ അവളെ ഫോളോ ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചും കുറെ ഫോട്ടോസ് എടുക്കുന്നു. ഒടുവിൽ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാരെ വിചാരിച്ചു അവിടെ മോഡം നന്നാക്കാൻ വന്ന ആളാണെന്ന്. അതുകൊണ്ട് മോഡം മുകളിലത്തെ മുറിയിലാണ്, അവിടെ പോയി നോക്കാൻ പറയുന്നുണ്ട്. അത് ആരാധ്യയുടെ റൂമായിരുന്നു. അവൻ അവിടെയെല്ലാം പോയി അവളുടെ ഫോട്ടോസും അവളുടെ ബെഡും എല്ലാം തന്നെ പരിശോധിക്കുന്നു. പെട്ടെന്ന് അവളുടെ നായ അവിടേക്ക് കയറി വന്നതും അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ടൈമിൽ നെറ്റ് തിരിച്ചു വന്ന കാരണം അവർ വിചാരിക്കുന്നുണ്ട് അവൻ ശരിയാക്കിയിട്ട് ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന്. അവൾ ഇതുവരെയും ഫോട്ടോഷൂട്ടിന് ഓക്കെ പറഞ്ഞിട്ടില്ല. അവനാകട്ടെ അവളോടുള്ള ഭ്രാന്ത് മൂത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്തായി നിന്റെ തീരുമാനം? നീ ഫോട്ടോഷൂട്ടിന് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൾക്ക് തന്റെ നമ്പരും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളുടെ റിപ്ലൈ വരാൻ അവൻ കാത്തിരിക്കുകയാണ്. ഒടുവിൽ അവൾ കാണാമെന്ന് സമ്മതിക്കുന്നു. ഒരു കഫേയിൽ വെച്ച് ഇവർ നേരിട്ട് കണ്ടുമുട്ടുകയാണ്. അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവനധികം സ്ത്രീകളോടൊന്നും സംസാരിച്ച് പരിചയമല്ല എന്ന്. എന്നാൽ നീ റിലാക്സ് ആയിട്ടിരുന്ന് സംസാരിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നു. അവന്റെ കണ്ണു മുഴുവൻ അവളുടെ സൗന്ദര്യത്തിലായിരുന്നു. ഫോട്ടോഷൂട്ടിനെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവളുടെ സഹോദരൻ രാജവളെ വിളിച്ചിട്ട് കുറെ വഴക്ക് പറയുന്നു. നീ ഇത്രയും നേരം ആരുടെ കൂടിയാണ് ഇരിക്കുന്നത്? പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അത് കാരണം അവൾക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ കിട്ടുവിന് ദേഷ്യം വരുന്നുണ്ട്. രാജ് കാരണമാണല്ലോ ഇവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത്. പിന്നീട് ഒരു തവണ കൂടി അവർ കാണാൻ തീരുമാനിക്കുന്നു. ഇതേ സെയിം കഫേയിൽ വെച്ച് തന്നെ. അവൾ അവിടേക്ക് കയറി വന്നതും ഒരാളാകട്ടെ അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് മനഃപൂർവ്വം അവളുടെ ശരീരത്തിലെ
തട്ടിയിട്ട് പോകുന്നു. ഇതെല്ലാം കിട്ടു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെയും കൂട്ടുകാരുടെയും കണ്ണ് ആരാധ്യയിൽ തന്നെയായിരുന്നു. തന്നെ എന്തിനാണ് ഫോട്ടോഷൂട്ടിന് ക്ഷണിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് മനുഷ്യന്മാരുടെ ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കൊരാളുടെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നത്. അത് നിങ്ങളാണ്. നിങ്ങളെ സാരിയിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്റെ മോഡലാകാൻ പറ്റിയ വ്യക്തി നിങ്ങൾ തന്നെയാണ്. അങ്ങനെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും എല്ലാം തന്നെ അവനങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അവന്റെ ആ സംസാരത്തിൽ ആരാധ്യ വീഴുകയും ചെയ്യുന്നു. എന്നാ പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ആരാധ്യ അവൻ ആദ്യമേ താഴേക്ക് പറഞ്ഞു വിടുന്നു. നേരത്തെ അവളെ നോക്കിക്കൊണ്ടിരുന്ന ആ പയ്യനാകട്ടെ ടോയ്ലറ്റിലേക്ക് പോയതും അവിടെ ഇരുന്ന ചൂട് കോഫി എടുത്തുകൊണ്ട് പോയി അവൻ ആ പയ്യന്റെ മുഖത്തൊഴിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്റെ സാധനങ്ങളും എടുത്ത് താഴെ കൂടി അവളെയും കൂട്ടി നേരെ ഷോപ്പിങ്ങിന് പോകുന്നു. കടയിൽ ചെല്ലുമ്പോഴും അവൾക്ക് മാച്ച് ആകുന്ന രീതിയിൽ സാരി കിട്ടാത്തപ്പോൾ ആ സെയിൽസ് ഗേളിനോട് പോലും അവൻ ചൂടാകുന്നു. എന്നിട്ട് ഓരോ സാരികളായിട്ട് സെലക്ട് ചെയ്ത് അവളുടെ ശരീരത്തിൽ അവൻ വെച്ച് നോക്കുകയാണ്. ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാരികൾ അവർ എടുക്കുന്നു. പിന്നെ ഓരോ സ്ഥലത്തും പോയി ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു. അതിനിടയ്ക്ക് എല്ലാം തന്നെ അവളുടെ ശരീരത്തിൽ അവൻ തൊടാൻ ശ്രമിക്കുന്നുണ്ട്. സാരി ശരിയാക്കാനും പോസ് കറക്റ്റ് ആക്കാനും എല്ലാം തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും അവളെ ടച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവൾ എടുക്കുന്നത്. അവൾക്ക് അതിലൊന്നും തന്നെ വലിയ ഡിസ്കംഫോർട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഒടുവിൽ ഇവനിങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് രാജ് കാണുന്നു. രാജ് അവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇതൊരു വർക്കാണെന്നും അതുകൊണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കണ്ടെന്നും ആരാധ്യ പറയുന്നു. 10 മിനിറ്റുള്ളിൽ തീർത്തിട്ട് പോകണമെന്ന് രാജ് ബഹളം വെക്കുകയാണ്. അവൻ അപ്പോഴും അവളുടെ സാരി ശരിയാക്കുന്നതൊക്കെ കണ്ടിട്ട് രാജിന് ദേഷ്യം വരുന്നുണ്ട്. രാജ് കിട്ടുവിന്റെ കോളറിന് കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. മേലാൽ ഇനി ഇവളുടെ പരിസരത്ത് പോലും വന്നു പോകരുതെന്ന്. അതും പറഞ്ഞ് രാജ് ആരാധ്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എന്നാൽ ആ സംഭവത്തിന് ശേഷം കിട്ടുവിന് ഭ്രാന്ത് കയറിയ അവസ്ഥയായിരുന്നു. അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്, നീ എന്റേതാണെന്നും എന്റേത് മാത്രമാണെന്നും. രാജ് ഇടയ്ക്ക് കയറി വന്നുകൊണ്ടല്ലേ നിനക്കപ്പോൾ പോകേണ്ടി വന്നത്. രാജാണ് എല്ലാത്തിനും പ്രശ്നം. നിന്റെ ആ സഹോദരനില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നു. അവനാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളെ വിവാഹം കഴിക്കണമെന്നും സ്വന്തമാക്കണമെന്നും എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ അവളാകട്ടെ ഒരു മേളയിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവൻ അവിടെ എത്തുന്നു. നേരത്തെ അവൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അവൻ അയച്ചു കൊടുക്കുന്നു. കൂടെ അവൾ അവിടെ നിൽക്കുന്ന ഫോട്ടോസും അയച്ചു കൊടുക്കുന്നു. അവൾ അത് കണ്ടതും പെട്ടെന്ന് ഞെട്ടി. ആ ടൈമിൽ തന്നെ അവൻ മുമ്പിലേക്ക് വരികയും ചെയ്യുന്നു. നീ എന്നെ ഫോളോ ചെയ്യുകയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, നീ സ്റ്റോറി ഇട്ട് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാണെന്നാണ് അവൻ പറയുന്നത്. നിന്റെ ആങ്ങളെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അവനൊരു മൃഗമാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ സംസാരിക്കൂ. എന്നാൽ സ്വന്തം സഹോദരനെ ഒരു മൃഗമാണെന്നൊക്കെ അവൻ പറയുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനൊരു ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്ന് കരുതി ഒരു മൃഗമൊന്നുമല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടും കെയർ കൊണ്ടുമാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. അല്ലാതെ നിനക്കൊരിക്കലും അവനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാനുള്ള അധികാരമില്ല. നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ആ വർക്ക് കഴിഞ്ഞു. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ നിന്റെ ആങ്ങളെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ വെറുതെ എന്നിൽ നിന്ന് അകലുന്നെന്ന് ചോദിക്കുന്നു. പക്ഷെ അവള് പറയുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറച്ച് ദിവസമായിട്ട് മാത്രമേ അറിയൂ. അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ എന്നെ ഫോളോ ചെയ്താതെ നീ നിന്റെ ജോലി നോക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. പക്ഷെ പിന്നീടും അവൾ പോകുന്നിടത്തെല്ലാം തന്നെ അവൾ കാണാതെ പുതിയൊരു ഗെറ്റപ്പിൽ അവൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവൾ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് ഇവൻ ഇതുപോലെ വേഷം മാറി വന്ന് അവളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് ടെറസിൽ നിന്ന് രാജിന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് രാജിനെ വിളിച്ച് പറയുകയും രാജു ആ കൂട്ടുകാരനും ചേർന്നിട്ട് അവനെ കുറെ തല്ലുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആരാധ്യയോടൊപ്പം കണ്ട അതേ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഇവനെന്ന് മനസ്സിലാക്കിയതോടുകൂടി രാജ് ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നീ എന്തിനാ ഒളിഞ്ഞു നിന്ന് എന്റെ സഹോദരിയുടെ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നു. ബഹളം കേട്ട് ആരാധ്യ അവിടേക്ക് വരുന്നു. ഇവന്റെ പുതിയ ഗെറ്റപ്പ് കണ്ടിട്ട് ആരാധ്യം ഞെട്ടിപ്പോയി. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ആരാധ്യം ചോദിക്കുന്നു. എന്നാൽ താൻ വേറൊരു പ്രശ്നത്തിന് വന്നതിൽ അവളെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോന്നോരോന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാജും കൂട്ടുകാരനും ചേർന്നിട്ട് നല്ല ഇടി അവന് കൊടുക്കുന്നു. ഒടുവിൽ ആരാധ്യ കിട്ടുവിനടുത്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ പറയുന്നു. രാജുനോടും പറയുന്നുണ്ട് അവനെ അടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. അവൾ അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അടിയും കൊണ്ട് വീട്ടിലെത്തിയ അവനാകട്ടെ അവളുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ നീയും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചേട്ടന്റെ അടുത്ത് നിന്ന് നീ എന്നെ രക്ഷിക്കുമായിരുന്നില്ലല്ലോ. നമുക്കിടയിൽ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ ചേട്ടൻ രാജാണ്. അതുകൊണ്ട് അവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെ അവളും കൂട്ടുകാരികളും ഒരു എക്സ്പോ കാണാൻ പോയ സമയത്താകട്ടെ അവൻ അവിടെ ചെന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ ചേട്ടൻ അറിയില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയുന്നു. അവൾ ഇതെല്ലാം കേട്ട് വല്ലാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഇവനെന്താ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. സൈക്കോകളെ പോലെയാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന് പറഞ്ഞു പോകുന്നു. അത് കേട്ടതോടുകൂടി അവൾ ആകെ പേടിച്ചു പറിച്ച് വീട്ടിലെത്തി അവളുടെ ചേട്ടനോട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ രാജ് അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അവനെ പോലൊരുത്തനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാജു പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവനെ എവിടെയെങ്കിലും കാണാൻ വേണ്ടിയിട്ട് വിളിക്ക്. രാജ് അങ്ങനെ പറഞ്ഞതും ആരാധ്യ പെട്ടെന്ന് കിട്ടുവിന് മെസ്സേജ് ഇടുന്നു ഒരു കഫേയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരാധ്യക്ക് പകരം അവിടേക്ക് പോകുന്നത് രാജായിരുന്നു. അവന്റെ മുന്നിൽ പോയിരിക്കുന്നില്ല, ഒളിഞ്ഞിരുന്ന് അവനെ വീക്ഷിക്കുന്നു. കുറെ നേരവും ആരാധ്യ കാണാത്ത കാരണം കിട്ടു ആകിട്ട് ആരാധ്യക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്നെ ഇങ്ങോട്ട് വിടാതിരിക്കുന്നത് നിന്റെ ചേട്ടനായിരിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും അവനെ കൊല്ലും. നമുക്കിടയിൽ ഒരിക്കലും അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. അവനെ ഫോളോ ചെയ്തു പോയി രാജാകട്ടെ അവന്റെ വീട് കണ്ടുപിടിക്കുന്നു. കിട്ടുവിന്റെ വീട്ടിലെത്തി രാജും കൂട്ടുകാരും ചേർന്നിട്ട് കിട്ടുവിനെ ഒരുപാട് ഇടിക്കുന്നുണ്ട്. അവിടെ അവളുടെ ഫോട്ടോസ് ഒക്കെ
കണ്ടിട്ട് രാജ് ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. ആരാധ്യയോട് അവൻ എന്ത് തരത്തിലുള്ള ഭ്രാന്താണുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ആ സംഭവത്തിന് ശേഷം അന്ന് രാത്രി ആരാധ്യക്ക് അവന്റെ മെസ്സേജ് വരികയാണ്. ഞാൻ നിന്റെ ചേട്ടനെ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയും എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ്. അതോടെ ആരാധ്യ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പുറത്തേക്ക് നോക്കിയപ്പോ കിട്ടു അവിടെ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയായി തുടങ്ങിയിരുന്നു. എന്നാൽ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ പറയുന്ന കേട്ടൊന്നും മോള് പേടിക്കേണ്ട കാര്യമില്ല, അയാളുടെ പരിചയത്തിലൊരു പോലീസുകാരനോട് അത് അവര് ഡീല് ചെയ്തോളൂ എന്ന്. അങ്ങനെ കിട്ടുവിനെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കിട്ടു പറയുന്നത് ആരാധ്യയും ഞാനും പ്രണയത്തിലാണെന്നും അവളുടെ വീട്ടുകാര് അവളുടെ മനസ്സ് മാറ്റി തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണെന്നും. പക്ഷേ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർ മാത്രമല്ല കംപ്ലൈന്റ് വന്നത്, ആ പെൺകുട്ടി നേരിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. നീ അവളുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും അവൾ പറഞ്ഞു. പക്ഷേ കിട്ടു അപ്പോഴും അതൊന്നും വിശ്വസിക്കാതെ പോലീസുകാരോട് പറയുന്നുണ്ട്, എന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതാണെന്ന്. അവന്റെ സംസാരമൊക്കെ കേട്ടപ്പോ പോലീസുകാർക്ക് തന്നെ മനസ്സിലായി അവന് കുറച്ച് വട്ടുണ്ടെന്ന്. അവനെ നന്നായിട്ടൊന്ന് വിരട്ടിയിട്ട് പോലീസുകാർ അവനെ വിട്ടയച്ചു. എന്നാൽ അന്ന് രാത്രി അവനാകട്ടെ ആരും അറിയാതെ ആരാധ്യയുടെ വീട്ടിലേക്ക് കടക്കുകയാണ്. അവളുടെ നായിക്ക് എന്തോ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകുന്നു. അത് കഴിച്ച് ആ നായ ചത്തുപോയി. അതിനുശേഷം ഉള്ളിലേക്ക് കടന്നു. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങിക്കിടന്ന ആരാധ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ശരീരത്തിൽ നിന്നും പുതപ്പെടുത്തു മാറ്റിയിട്ട് അവളുടെ സൗന്ദര്യം അവൻ ആസ്വദിക്കുകയായിരുന്നു. അതിനുശേഷം അവളുടെ അലമാര തുറന്ന് കുറച്ച് സാരിയും ബ്ലൗസും ഒക്കെ എടുത്തുകൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ തങ്ങൾ സ്നേഹിച്ചു വളർത്തിയ തങ്ങളുടെ നായ ചത്തു കിടക്കുന്ന കണ്ടിട്ട് അവരാകെ തകർന്നുപോയി. ഇതിന്റെ പിന്നിൽ കിട്ടുവാണെന്ന് അവർ ഊഹിച്ചതുപോലുമില്ല. കിട്ടുവാകട്ടെ ആരാധ്യയുടെ സാരിയെല്ലാം തന്നെ തന്റെ ശരീരത്തിലേക്ക് ചുറ്റി അതിന്റെ മണമെല്ലാം ആസ്വദിക്കുകയാണ്. നിനക്കും എനിക്കും ഇടയിൽ വരുന്നത് ഒരു നായയാണെങ്കിൽ ശരി, അതിനെ പോലും താൻ ഇല്ലാതാക്കുമെന്ന് കിട്ടു സ്വയം പറയുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആരാധ്യ പുറത്തു പോയിട്ട് ഓട്ടോയിൽ വന്ന് തന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങിയതും കിട്ടു ബാക്കിലൂടെ പോയി അവളെ ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവളെ കെട്ടിവെച്ചിരിക്കുകയാണ്. ബോധം വന്ന് അവളാകട്ടെ തന്നെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് അവനോട് കേണപേക്ഷിക്കുന്നു. എന്നാൽ അവനാകട്ടെ അവളെ കുറെ തല്ലുകയാണ്. നീ നമ്മുടെ പ്രണയമെല്ലാം മറന്നുപോയോ, എന്തിനാ പോലീസുകാരോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. നിന്റെ വീട്ടുകാർ കാരണമാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നീ വീട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാ നല്ലത്. കുറച്ചു കാലം അവരിൽ നിന്ന് അകന്ന് നീ ഇവിടെ നിൽക്ക്. എന്തായാലും നമ്മൾ ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ, നമുക്ക് കല്യാണം കഴിക്കണ്ടേ, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കുന്നൊക്കെ ഇവൻ പറയുന്നു. അവളാകട്ടെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ചുനേരം അവളുടെ കയ്യിലെ കെട്ടൊക്കെ കഴിച്ചിട്ടിട്ട് അവളോട് അവൻ സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ആദ്യം കണ്ട സമയത്ത് നീ സാരി ഉടുത്ത് നിൽക്കുകയായിരുന്നു. നീ മറ്റേതെങ്കിലും ഡ്രസ് ഇട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ പോലും നിന്നോട് എനിക്ക് ഇത്രയധികം സ്നേഹം തോന്നില്ലായിരുന്നു. നിന്നെ ആ സാരി ഉടുത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയധികം നിന്നോട് ഇഷ്ടം തോന്നാൻ കാരണം. അതിനുശേഷം മറ്റൊരു പെണ്ണിനെ പോലും എനിക്ക് നോക്കാൻ തോന്നിയിട്ടില്ല, എനിക്ക് ആരോട് ഇത്രയധികം ഇഷ്ടം തോന്നിയിട്ടില്ല. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാള് ആ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറി വരുന്നു. ആളനക്കം കേട്ടതും അവളാകട്ടെ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന കിട്ടുവാകട്ടെ ഒറ്റയടിക്ക് അവളെ നിലത്തേക്കിടുന്നു. അവളുടെ ബോധം പോയി. പുറത്തുനിന്ന് കയറി വന്ന ആ വ്യക്തി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അയാൾ അവളുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേറ്റ ഉടനെ അയാൾ അവളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഫോൺ ഒന്ന് തരാമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയതും അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അവൾ ഏതുവഴിയെ കയറി വന്നത് ആ വാതിൽ കാണിച്ചു തരാൻ പറയുന്നു. എന്നാൽ അയാളെയും കൂട്ടി വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അത് പൂട്ടിയിരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും പോയി നോക്കുന്നുണ്ടെങ്കിലും എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ആ ടൈമിനുള്ളിൽ കിട്ടുവാകട്ടെ ബാക്കിലൂടെ വന്നിട്ട് അയാളുടെ തലക്കടിക്കുകയും അടികൊണ്ട് താഴേക്ക് വീണ അയാളുടെ മുഖത്തേക്ക് വീണ്ടും ചുടുകട്ട കൊണ്ട് ഇടിച്ചിടിച്ച് അയാളെ കൊല്ലുകയാണ്. ആ രക്തമെല്ലാം തന്നെ ആരാധ്യയുടെയും അവന്റെയും മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു ആരാധ്യ. ഇവനോട് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ ഉപദ്രവിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനോട് സ്നേഹത്തിൽ പറഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാനായിരുന്നു അവളുടെ ഉദ്ദേശം. കുറച്ചു കഴിഞ്ഞിട്ട് അവളാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ആദ്യമൊന്നും അവന് വിശ്വാസമായില്ല. അവള് മാക്സിമം അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും വീട്ടിലേക്ക് പോവാം, വീട്ടുകാരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം, നമുക്ക് വിവാഹം കഴിക്കണമെന്ന് പറയാം. എന്നാൽ അവന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. കുറച്ചു കഴിഞ്ഞ് തനിക്ക് വിശക്കുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ഫുഡ് എടുക്കാൻ അവൻ പോയ നേരത്ത് അവൻ കൊന്ന ആ ആളുടെ ഫോൺ എടുത്ത് അവൾ വീണ്ടും ട്രൈ ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കിട്ടു ബാക്കിലൂടെ വരുന്നു. നീ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇവിടേക്ക് വെറുതെ വന്ന് നിന്നതാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൻ കൊടുത്ത ആഹാരം എല്ലാം തന്നെ കഴിക്കുന്നുണ്ട്. നമ്മൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്, നമുക്ക് പുറത്തു പോകാം, പോയി വിവാഹം കഴിക്കാമെന്ന് ഇവള് വീണ്ടും വീണ്ടും പറയുകയാണ്. ഒടുവിൽ അവൻ പറയുന്നുണ്ട്, ശരി നമുക്ക് പുറത്തു പോകാം, അതിനു മുമ്പ് ഒരു സെലിബ്രേഷൻ നടത്തണം, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതിന്റെ സെലിബ്രേഷനും കഴിഞ്ഞിട്ട് നിനക്കൊരു സർപ്രൈസ് ഞാൻ തരുന്നുണ്ട്, അതും കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അങ്ങനെ അവൻ അവിടെ എല്ലാം തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഒരു കേക്കും കൊണ്ടുവെക്കുന്നു. അവളെ ബാക്കിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ കൂടെ ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം മടിയിലേക്ക് പിടിച്ച് അവളെ ഇരുത്തുന്നു. അവളുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവളുടെ കണ്ണ് കണ്ട് അവൻ ഒരുപാട് ഇഷ്ടമായെന്നും പിന്നെ നിന്റെ സാരിയിലുള്ള ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും. പക്ഷെ നിനക്കും എനിക്കും ഇടയിൽ വില്ലനായി വന്നത് നിന്റെ സഹോദരനാണ്. അവൻ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് നമുക്ക് കൊടുക്കണം, കൊടുത്തല്ലേ പറ്റൂ. അതൊക്കെ നമുക്ക് കൊടുക്കാം, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാമെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്, സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും നിനക്ക് കാണണ്ടേ. അതും പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് ഒരു കബോർഡ് തുറക്കുമ്പോഴാകട്ടെ അവൻ ഓൾറെഡി തന്നെ രാജിനെ ഇടിച്ച് അതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ആരാധ്യ നിലവിളിക്കാൻ തുടങ്ങി. അവള് നിലവിളിക്കുന്ന കിട്ടുന്ന കിട്ടു പറയുന്നുണ്ട്, നിനക്കപ്പോ എന്നോടൊരു സ്നേഹമില്ല, നിനക്ക് ഇപ്പോഴും രാജിനോടാണ് സ്നേഹം.
സ്നേഹം. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നതിന്റെ അത്ര എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് വേണ്ടി നീ ഒരിക്കലും ഇങ്ങനെ കരയില്ല. അതും പറഞ്ഞുകൊണ്ട് രാജിനെ ഒരു കസരയിലേക്ക് കെട്ടിയിട്ടിട്ട് അവന്റെ കയ്യിലേക്ക് കത്തി കൊണ്ട് കുത്താൻ ശ്രമിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഇവന്റെ വിരലുകൾ ഓരോന്നായിട്ട് വെട്ടിനുറുക്കാൻ. ആരാധ്യ ആകെ വരച്ചു നിൽക്കുകയായിരുന്നു. സ്വന്തം സഹോദരനെ ഉപദ്രവിക്കാൻ അവൾക്ക് സാധിക്കില്ല. പക്ഷേ ഈ സൈക്കോയുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെങ്കിലേ പറ്റൂ. അവൾ അങ്ങനെ പേടിച്ചു പറിച്ചു നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ഞാൻ തരുന്ന ഈ സാരി ഉടുത്തിട്ട് വാ. ആ സാരി ഏതാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാ, നീ പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി കയറിയായിരുന്നു. നിന്റെ ആ നായ്ക്കുട്ടിയില്ലേ, അതിനെ കൊന്നത് ഞാൻ തന്നെയാ. ഇത് കേട്ടതും രാജു അവള് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവളോട് സാരി മാറാൻ അവൻ പറയുന്നു. എന്നാൽ തന്റെ മുന്നിൽ നിന്ന് തന്നെ മാറണമെന്നും കൂടി പറയുന്നു. അവൾ ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് രാജുനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സ്വന്തം സഹോദരിയോട് ഒരുത്തൻ തന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ കിട്ടുവിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ സാരി ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും കിട്ടു ആകട്ടെ അവളുടെ കയ്യിലേക്ക് കത്തി കൊടുക്കുന്നു. രാജിന്റെ വിരലുകൾ മുറിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രാജാകട്ടെ തന്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് കിട്ടുവുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിനിടയിൽ കിട്ടു ആകട്ടെ അവിടെ ഇരുന്ന എന്തൊക്കെയോ എടുത്ത് രാജിന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നു. രാജിനും കിട്ടുവിനും ആരാധിക്കും എല്ലാം നല്ലപോലെ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ കുത്തുകൊണ്ട് രാജ് താഴേക്ക് വീണു. തന്റെ സഹോദരനോട് അവൻ ഇങ്ങനെ ചെയ്ത കണ്ടിട്ട് സഹിക്കവയ്യാതെ ആരാധ്യയാകട്ടെ അവിടെ ഇരുന്ന കത്തി എടുത്തിട്ട് കിട്ടുവിനെ കുത്തുന്നു. എന്നിട്ടും അവനാകട്ടെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ അവൾ തന്റെ സ്വന്തം സാരി എടുത്ത് കിട്ടുവിന്റെ കഴുത്തിൽ ബലമായി ചുറ്റുന്നുണ്ട്. തന്റെ സഹോദരനോടും തന്നോടും ചെയ്ത എല്ലാത്തിനുമുള്ള പകവീട്ടിലായിരുന്നു അത്. ആ സീൻ അവിടെ കെട്ടായിക്കൊണ്ട് പിന്നീട് കാണിക്കുന്നത് അവൾക്ക് ഹോസ്പിറ്റലിൽ ബോധം തെളിയുന്നതാണ്. തന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് രാജു മരിച്ചുവെന്ന്. ആരാധ്യ ശരിക്കും തകർന്നുപോയി. താൻ കാരണമാണ് തന്റെ ചേട്ടന് ഇങ്ങനൊരു അവസ്ഥ വന്നത്. വീട്ടിലെത്തിയ അവളാകട്ടെ ആദ്യം ചെയ്യുന്നത് തന്റെ സാരി മാറ്റി മോഡേൺ വസ്ത്രം ധരിക്കുകയും അത്രയും കാലം തന്റെ കയ്യിലുണ്ടായിരുന്ന സാരികളെല്ലാം വീടിന്റെ പുറത്തേക്ക് കൊണ്ടിട്ട് കത്തിക്കുകയുമാണ്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.